ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3-4 ദിവസം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് വൈകിട്ടാണ് എണിച്ചത്. ഇന്നാണ് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് എപ്പോഴത്തെയും പോലെ 5 മണിക്ക് തന്നെ എണിച്ചിട്ടുണ്ട് കേട്ടോ. എണിച്ചത് അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലെ രാത്രി കപ്പയും ചിക്കനും കൂടെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് രാവിലെ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കില്ല കേട്ടോ, അങ്ങനെ പുറത്ത് തന്നെ വെക്കും കേട്ടോ. പിന്നെ ഇതേ കുട്ടികൾക്കുള്ള ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ചെറുപയർ മുളപ്പിച്ചതാണ് കേട്ടോ. ഞാനിപ്പോൾ അതൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ഇലകളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള ചായ എടുത്ത് വെച്ചു. പിന്നെ രാവിലേക്ക് ചാറ് കറിയായിട്ട് ഞാൻ കൊള്ളു കറിയാണ് കേട്ടോ വെക്കുന്നത്. മോൾക്ക് സ്കൂളിലേക്കെല്ലാം കൊടുത്ത് വിടാനാണ് കേട്ടോ. അപ്പോൾ അത് ഈ മൺചട്ടിയിലാണ് വെക്കുന്നത്, അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചു കേട്ടോ. രാവിലെ തന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം വെക്കും. ഇവിടെ നമുക്ക് അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് ഗ്യാസിൻ്റെ മുകളിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ചോറ് വേണതിൻ്റെ ഒപ്പം കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ കുളിക്കാനുള്ള വെള്ളവും എല്ലാം ആകുമേ. അപ്പോൾ ഇത് നമ്മൾ കൊള്ളൊക്കെ നന്നായി വറുത്ത് നന്നായി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളി വെള്ളത്തിലിട്ടുണ്ട്. ഞാനിവിടെ കൊള്ളുപുളിയാണ് കേട്ടോ വെക്കുന്നത്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊള്ളുപുളി വെച്ചാൽ. പിന്നെ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉരുളൻകിഴങ്ങ് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ഉരുളൻകിഴങ്ങാണ് എടുത്തത്. അതിലാണെങ്കിൽ നിറയെ മുള വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉരുളൻകിഴങ്ങ് പുറത്താണ് കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുള വരുവേ. നമ്മൾ വാങ്ങിച്ച ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കും നിറയെ മുളച്ചിട്ടുണ്ടാവുക. ചിലവർ ഫ്രിഡ്ജിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വെക്കില്ല കേട്ടോ. അപ്പോഴേക്കും ഇത് ഉരുളക്കിഴങ്ങെല്ലാം മുറിച്ച് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ട് പെനഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഇതിൽ ഓൾറെഡി ഇതിൽ വെള്ളം ഉണ്ടല്ലോ. അപ്പോഴേക്കും ഇതേ കൊള്ളു വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് വേകട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ വെളിയിലേക്ക് വന്നു. വെളിയിൽ വന്നപ്പോഴാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കേട്ടോ. കാശിത്തുമ്പിയാണെങ്കിൽ ഒക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. ഇതിലാണെങ്കിൽ നിറയെ പൂവുണ്ടായിരുന്നു. ഈ റെഡിൽ വൈറ്റിലാണെങ്കിൽ വലിയ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പൂ വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെട്ടെന്നൊക്കെ എല്ലാം ഒടിഞ്ഞു പോയി കേട്ടോ. കഴിഞ്ഞ ദിവസം മഴ പെയ്തതിലാണ് കേട്ടോ ഇതെല്ലാം പോയത്. ഈ കാശിത്തുമ്പിയുടെ തണ്ടിൽ നിറയെ വെള്ളം ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുകയെ. എനിക്കിത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി കേട്ടോ. പിന്നെ ഇത് ഈ അടുക്കളയ്ക്ക് വന്നപ്പോഴേക്ക് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത് 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് നന്നായി ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് നന്നായി തിളച്ച ശേഷം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് പുളി നല്ലോണം പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പുളി വെക്കണതിൽ വേറെ നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ പുളിയോടെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോഴാണ് അടിപൊളിയായിരിക്കും. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കറി. പിന്നെ അതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച ശേഷം ഇറക്കി വെച്ചു. പിന്നെ ഒരു കുഞ്ഞ് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പിടി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായി ഇളക്കിയിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. എളുപ്പം ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഉണക്കമീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറുക്കാനുള്ളത്. പിന്നെ ഞാൻ വേഗം പോയി അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ രാവിലെ തന്നെ അലക്കുകയെ. അപ്പോൾ വേഗം അലക്കാനുള്ള തുണികൾക്ക് അലക്കിയിട്ട് തുണികളെല്ലാം വേഗം തന്നെ വിരിച്ചിട്ടു. പിന്നെ ഉള്ളൊക്കെ ഒന്ന് അടിക്കാനുണ്ടായിരുന്നു. വേഗം ഉള്ള അടിച്ചു. പിന്നെ തുടച്ചു. പിന്നെ ഗ്യാസിൻ്റെ മുളൊക്കെ ഒന്ന് വേഗം വൃത്തിയായി തുടച്ചു കേട്ടോ. അത് കഴിയുമ്പോഴേക്കും മോളുടെ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്തു. പിന്നെ ഇന്ന് വന്നിട്ട് പുതിയ യൂണിഫോമാണ് കേട്ടോ മോൾ ഇട്ടിരിക്കുന്നത്. ഈ ഒരു യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇത് വന്നിട്ട് ഭയങ്കര വലിപ്പമുണ്ട്. നല്ല ലൂസാണ് കേട്ടോ. പാവാട കുഴപ്പമില്ല. പക്ഷേ ഷർട്ട് വന്നിട്ട് അളവെടുത്തിട്ട് ഞാൻ തയ്ച്ചത്. പക്ഷേ മോളുടെ അളവാണ് എടുത്തത്. പക്ഷേ എന്താണെന്നറിയില്ല, ഈ കൈ വന്നിട്ട് നല്ല ഇറക്കത്തിലും അതുപോലെ നല്ല ലൂസ് ഉണ്ടായിരുന്നു. നല്ല വലിപ്പമുണ്ടായിരുന്നു. ഞാൻ ഇട്ടും കൊടുത്തു പോയി. ഇനിയിപ്പോൾ ഇത് ഓൾട്ടർ ചെയ്യാൻ കൊടുക്കണം. ഇതിൻ്റെ ഒരു ജോഡിയും കൂടി ഉണ്ട്. അപ്പോൾ ഇട്ടു നോക്കി. അപ്പോൾ നോക്കുമ്പോഴാണ് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ മോനാണെങ്കിൽ ഈ മുഖത്ത് നിറയെ പൗഡർ എടുത്ത് തേച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ നമ്മുടെ കണ്ണ് തെറ്റി വെച്ച് പൗഡറോ കൺമഷിയോ ഒക്കെ എടുത്ത് വാരിത്തേക്കുവേ. അങ്ങനത്തെ മോളുടെ ഓട്ടോ വന്ന് മോള് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നുണ്ടോ. പിന്നെ ഞാൻ രാവിലെ കഴിക്കുന്നത് കപ്പയും ചിക്കനുമാണ്. ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയത്. അപ്പോൾ നല്ലോണം ചൂടാക്കിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് പിന്നെ പലഹാരം വേണമെന്നൊന്നുമില്ല. ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയതാണെങ്കിൽ ഞാൻ ചൂടാക്കി കഴിക്കേണ്ടത്. ഇതിപ്പോൾ ഇവിടെ വേറെ ആരും കഴിക്കില്ല. കപ്പയും ചിക്കനും ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.